അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഹജ്ജ് കഴിഞ്ഞ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, നിങ്ങളുടെ ശ്രദ്ധയിൽ ഒരു ഹദീസ് പെടുത്തുകയാണ്. ഈ ഹദീസ് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, അമാ അലിംത്, താങ്കൾക്കറിയില്ലേ, അന്നൽ ഇസ്ലാമ യഹ്ദിമു മാ കാന ഖബ്ലഹു വ അന്നൽ ഹിജ്റത തഹ്ദിമു മാ കാന ഖബ്ലഹ വ അന്നൽ ഹജ്ജ യഹ്ദിമു മാ കാന ഖബ്ലഹു. ഒരാൾ ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി അതിനു മുമ്പുള്ള അയാളുടെ പാപങ്ങളെല്ലാം പുറക്കപ്പെടുന്നതാണ്. ഒരാൾ ഇസ്ലാമിക മാർഗത്തിൽ ഹിജ്റ ചെയ്യുന്നതോടുകൂടി അയാളുടെ മുൻകഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്നതാണ്. അതേപോലെ ഒരാൾ ഹജ്ജ് ചെയ്യുന്നതോടുകൂടി നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറക്കപ്പെട്ട് നാം പരിശുദ്ധിയുള്ള, മാനസികമായി പരിശുദ്ധിയുള്ള ഒരവസ്ഥയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുക, ഹറാമുകളിലേക്കും തെറ്റുകളിലേക്കും പോവാതിരിക്കുക. ഒരു ഹദീസ് കൂടി ശ്രദ്ധയിൽപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ഹജ്ജ ലില്ലാഹി ഫലം യർഫുസ് വലം യഫ്സുഖ് റജഅ കയൗമിൻ വലദതുഹു ഉമ്മുഹു. ഒരാൾ ഒരു ഹജ്ജ് ചെയ്തു, മോശമായ ലൈംഗിക ചുവയുള്ള വർത്തമാനങ്ങളോ അതുപോലെയുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല, ചെറുതും വലുതുമായ അനുസരണക്കേടുകളോ ഷണ്ടകൂടലോ ഒന്നും ചെയ്തില്ല, അങ്ങനെ വളരെ ഭംഗിയായി അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ആഗ്രഹിച്ച് ഒരാൾ ഹജ്ജ് ചെയ്താൽ ഉമ്മ പ്രസവിച്ചതുപോലെ മടങ്ങുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഒരു ഉമ്മ ഒരു കുട്ടിയെ പ്രസവിക്കുമ്പോൾ ആ കുട്ടി പാപരഹിതനാണ്, അതേപോലത്തെ ഒരവസ്ഥയുണ്ടാകുമെന്നാണ്. അപ്പോൾ ഹജ്ജിലൂടെ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങളൊക്കെ പുറക്കപ്പെടുന്നുണ്ട്. എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഒരു കുഞ്ഞ് ജനിച്ചു വീഴുമ്പോൾ ഉള്ള അവസ്ഥ പോലെ മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ അവസ്ഥയെ നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുകയും ധാരാളമായി സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ ഖേദിച്ചു മടങ്ങുകയും അഥവാ വല്ല തെറ്റും സംഭവിച്ചാൽ തന്നെ ഉടനെ തന്നെ അതിൽ നിന്ന് ഖേദിച്ചു മടങ്ങി ആ പരിശുദ്ധിയുടെ അവസ്ഥ നമ്മൾ നിലനിർത്തുക. ഹാജിമാർ ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദി വആലിഹി വസഹ്ബിഹി അജ്മഈൻ.